പ്രജ്വൽ രേവണ്ണ കേസിലെ ഡിജിറ്റൽ തെളിവ് പ്രതിഭാഗത്തിന് കൈമാറാനാകില്ലെന്ന് കർണാടക ഹൈക്കോടതി. ഒരു കേസിലെ തെളിവ് അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ പരിശോധിക്കാം. നടിയെ ആക്രമിച്ച കേസിലെ സുപ്രീം കോടതി വിധി പരാമർശിച്ചാണ് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ വിധി വന്നിരിക്കുന്നത്. വിവരങ്ങളുമായുണ്ട് ശ്രീധരൻ. ഡിജിറ്റൽ തെളിവ് കൈമാറുന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു തീരുമാനമുണ്ടാകുന്നു. എങ്ങനെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഈ ഡിജിറ്റൽ തെളിവുകൾ കൈമാറാനാവില്ല എന്നുള്ള നിലപാടാണ് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് എടുത്തിരിക്കുന്നത്. അതായത് ഉള്ള തെളിവുകൾ, അതായത് പ്രോസിക്യൂഷൻ തെളിവുകളായിട്ട് ഹാജരാക്കിയിരിക്കുന്ന ആ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ജസ്റ്റിസ് നാഗപ്രസന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിഭാഗത്തിന് തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ കൈമാറാനാവില്ല എന്ന് കൃത്യമായിട്ട് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ഇങ്ങനെ ഒരു ആവശ്യം ദിലീപ് ഉന്നയിച്ചിരുന്നു. അതുകൂടി പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാഗപ്രസന്നയുടെ ബെഞ്ചിൽ നിന്ന് ഇങ്ങനെയൊരു വിധി ഉണ്ടായിരിക്കുന്നത്. അതായത് കോടതി ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. നിങ്ങൾ ഉന്നതനായിരിക്കാം, മുൻ ജനപ്രതിനിധിയായിരിക്കാം, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിയമമൊന്നും ഇവിടെ മാറ്റാൻ പറ്റില്ല. വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് എന്നുള്ള ഒരു കേസിലെ തെളിവുകൾ മാത്രം പരിശോധിക്കാം. ഇതുകൂടാതെ 70ഓളം കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. ഏതാണ്ട് 1000-ലധികം ഇങ്ങനെയുള്ള അശ്ലീല ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഇതെല്ലാം കൈമാറണം എന്നുള്ള ഒരു ആവശ്യത്തിലാണ് ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ പ്രജ്വൽ രേവണ്ണ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ജാമ്യ ഹർജിയും അദ്ദേഹം സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യം ഇപ്പോഴും തള്ളിക്കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. ഏതായാലും അത്രയും പ്രമാദമായിട്ടുള്ള ഒരു കേസിലാണ് ഇതിലൊരു നിർണായക നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത്. കർണാടക ഹൈക്കോടതിയുടെ അതിനിർണായകമായ ഒരു നിരീക്ഷണമാണ് വന്നിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ പ്രതിഭാഗത്തിന് കൈമാറാൻ കഴിയില്ല എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്.